Failing is not failure, fear of failure is. കുട്ടികൾ പഠിക്കുന്നത് ജയിക്കാനും ഒന്നാമനാകാനും മുന്നേറാനുമാണ്. എന്നാൽ എല്ലാ സന്ദർഭത്തിലും എല്ലായ്പ്പോഴും മുന്നേറാനും ഒന്നാമനാകാനും സാധിക്കുകയില്ല. ഈ ഒരു വസ്തുത കുട്ടികളിൽ ഇല്ലാതെയാകുന്നത്, ഈ ഒരു നോളജ് കുട്ടികൾക്ക് ഇല്ലാതെയാകുന്നത് എങ്ങനെയാണ്? അതിന് ഉത്തരവാദികൾ ആരാണ്? അതാണ് നമുക്കിവിടെ നോക്കേണ്ടത്. തോറ്റു പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എല്ലാവരും ജയിക്കാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. എന്നാൽ തോൽവികൾക്കും ചില ഗുണമുണ്ട്. തോൽക്കുമ്പോൾ എൻഡ്യൂറൻസ് കപ്പാസിറ്റി, വിൽ പവർ, മനസ്സിന് ശക്തി, ചാലഞ്ചസിനെ തരണം ചെയ്യാനും അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യാനും തോൽവി സഹായിക്കും. വിജയിച്ചു മാത്രം കൊണ്ടിരിക്കുമ്പോൾ ഒരു തോൽവി എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാവും, തകർന്നു പോകും. എന്നാൽ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വിജയം എന്ന് പറയുന്നത് അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ കാര്യത്തിനും ടു സൈഡ്സ് ഉള്ളത് പോലെ തന്നെ പിന്നെ ഒരു കാര്യത്തിന് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ജയിക്കണമെന്ന് നിർബന്ധമില്ല. തോൽവിയും ജയവും രാവും പകലും പോലെ ഒരു കോയിന്റെ ടു സൈഡ്സ് പോലെയാണ് ഈ കാര്യങ്ങൾ ഇരിക്കുന്നത്. ആക്ടർ ലെന ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ബിവെയർ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് ബി അവെയർ എന്നുള്ളതും കൂടിയാണ്. സ്പെല്ലിംഗ് ഈസ് ദ സെയിം. അപ്പോൾ ഈ അവെയർനെസ് കുട്ടികളിൽ ഈ ഒരു ഓവർ പ്രഷർ എവിടെ നിന്ന് വന്നു എന്ന് നോക്കുമ്പോൾ ഫലം വൃക്ഷത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാരന്റൽ പ്രഷറും സൊസൈറ്റൽ പ്രഷറും താങ്ങാനാവാതെയാണ് കുട്ടികൾ ഡിപ്രഷനിലേക്ക് പോകുന്നതും സൂയിസൈഡ് ചെയ്യുന്നതും മറ്റും. അവർക്ക് കൊടുക്കുന്ന നന്മയ്ക്ക് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി എന്ന രീതിയിൽ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് അവർക്ക് താങ്ങുന്നതിന് ഒരു പരിധിയുണ്ട്. തന്നെയുമല്ല, ഒരു കാര്യം, ഒരു ഓപ്ഷൻ മാറിയാൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഓൾട്ടർനേറ്റീവ്സും ബാക്കപ്പ് പ്ലാൻസും, പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി അങ്ങനെ വേണം. ഒരു കാര്യത്തിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം, ഒരു കോളേജിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം, ഒരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടുന്നതോ ഒരു കോമ്പറ്റിറ്റീവ് എക്സാം പാസ്സാകുന്നതോ മാത്രമാണ് ജീവിതത്തിന്റെ വിജയമെന്ന് കുട്ടികൾക്ക് ധാരണ കൊടുക്കുന്നത് പാരന്റൽ പ്രഷർ കൊണ്ടാണ്. അത് ഒരു സാധ്യതയാണ് ജീവിതം രക്ഷപ്പെടാനുള്ള. ഇപ്പോൾ നല്ല ഹൈറ്റ് ഉള്ള ഒരാള് ബാസ്കറ്റ് ബോളിന് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ കോമ്പറ്റിറ്റീവ് എക്സാംസിനെല്ലാം വിജയിച്ച് മുന്നേറുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ജീവിതം വിജയിക്കുക എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ചേർന്നിട്ടുള്ളതാണ്. ഒരു ജോലി കിട്ടുന്നതോ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതോ കൊണ്ട് മാത്രം ജീവിതം വിജയിക്കുന്നില്ല. പാരൻസിനെ കണ്ടുകൊണ്ടാണ് കുട്ടികൾ വളരുന്നത്, കേട്ടുകൊണ്ടല്ല. ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉപദേശങ്ങൾ കൊണ്ടോ നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിക്കുന്നത് കൊണ്ടോ കുട്ടികൾ വളരുന്നില്ല, കണ്ടുകൊണ്ടാണ് വളരുന്നത്. ഉദാഹരണത്തിന്, ഒരമ്മ കറി വെക്കുമ്പോൾ കറി കരിഞ്ഞു പോകുമ്പോൾ കുട്ടി ശ്രദ്ധിക്കുകയാണ് അമ്മയുടെ മൈൻഡ് എന്താണ്, അമ്മയുടെ മുഖഭാഗം എങ്ങനെ പോകുന്നു, കരിയുമ്പോൾ അമ്മ ദേഷ്യം വരുന്നുണ്ടോ, സങ്കടം വരുന്നുണ്ടോ, നിരാശ കാണിക്കുന്നുണ്ടോ, അതോ അതിനെ ഒരു സർഗാത്മകമായി എടുത്തുകൊണ്ട് കറി കരിഞ്ഞുപോയി, ഇനി എന്തെങ്കിലും ആഡ് ചെയ്ത് അത് കവറപ്പ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കുന്നു, പുതിയ ഒരു ഡിഷ് പോലെ അല്ലെങ്കിൽ ഒരു ചേഞ്ച് പോലെ വരുന്നു, അത് സക്സസ്ഫുൾ ആയാൽ ഇതും കുട്ടി കണ്ടു പഠിക്കുകയാണ്. അതേസമയം തീരെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്യുക. ഡിസ്കാർഡ് ചെയ്യുമ്പോഴും ആറ്റിറ്റ്യൂഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കരിഞ്ഞു, അതുകൊണ്ട് നമ്മൾ കളയുന്നു എന്നുള്ള രീതിയിൽ. ചിലപ്പം ആ ദിവസം കുട്ടിക്ക് ഇഷ്ടമുള്ള, വീട്ടുകാർക്ക് ഇഷ്ടമുള്ള നല്ലൊരു ഡിഷ് ഇത് കരിഞ്ഞത് കൊണ്ടും ഉണ്ടാക്കും. ഇതിൽ നിന്നെല്ലാം കുട്ടികൾ പഠിക്കുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഫംഗ്ഷന് പോകാൻ തയ്യാറായി നിൽക്കുന്നു. അപ്പോൾ ഒരു ഷോള്, ഫംഗ്ഷന് പോകാൻ ഉദ്ദേശിച്ച ഷോള് ഡോറിന്റെ ഹുക്കിൽ തട്ടി ചെറുതായിട്ടൊന്ന് കീറി. ആ ഡ്രസ്സ് കളർ തീമുണ്ട്, അതുപോലെ തന്നെ ആക്സസറീസ് ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നു. ഒരുപാട് സമയം ബാക്കിയില്ല. എന്തു ചെയ്യും? ഐഡിയാപരമായി എന്ത് വേണമെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായിട്ട്, ഒരു പഴയ ഡ്രസ്സിന്റെ മങ്ങാത്ത എംബ്രോയിഡറി ചെറിയ ഫ്ലവേഴ്സോ മറ്റോ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തെടുത്ത്, കളർ മാച്ചിങ് ആണെങ്കിൽ അതവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ
അതൊരു പാറ്റേൺ ആയി മാറും. അത് സിമെട്രിക്കലി 2-3 സ്ഥലത്ത് മാറി മാറി ചെയ്യണം, പാറ്റേൺ ആയി മാറും. ഇതെന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടിയാണ്. ഇതുപോലെ ഒരു ഫംഗ്ഷന് പോയപ്പോൾ ആ ഒരു പാറ്റേൺ ആയിരുന്നു ഹൈലൈറ്റ്. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, ഇത് ഡിസൈൻ എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ട് കുട്ടികൾ പഠിക്കുകയാണ്. ഓരോ പരാജയങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും ഓരോ സാധ്യതകളും കൂടി നമ്മുടെ മുമ്പിൽ തുറക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം കണ്ട് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ജീവിതത്തിൽ പരാജയവും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളും വരുമെന്നും അതിനെ പേടിക്കാതെ ക്രിയാത്മകമായി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണമെന്നും പാരന്റ്സിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും മുതിർന്നവരിൽ നിന്നും എല്ലാം കുട്ടികൾ കണ്ടു പഠിക്കുകയാണ്. ഉപദേശങ്ങൾ അവർക്ക് വിലപ്പോവില്ല. അവരുടെ ഇന്റേണലൈസ് ചെയ്യുന്നത് ഈ കാഴ്ചകളാണ്. എങ്ങനെയാണ് അമ്മ അല്ലെങ്കിൽ അച്ഛൻ വിഷമിപ്പിക്കുന്ന സാഹചര്യം, അവർക്ക് വിഷമം ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അവരെ ഒരാൾ ഇൻസൾട്ട് ചെയ്തു കഴിഞ്ഞാൽ സബ്മിസീവ് ആയിട്ടാണോ, അഗ്രസീവ് ആയിട്ടാണോ, അസേർട്ടീവ് ആയിട്ടാണോ പ്രതികരിക്കുന്നത് എന്നെല്ലാം കുട്ടികൾ നോക്കി കണ്ടാണ് പഠിക്കുന്നത്. അസേർട്ടീവായിട്ട് പ്രതികരിക്കുകയാണ് ഹെൽത്തി പ്രതികരണം എന്ന് പറയുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3-4 പോയിന്റ്സ് ഉണ്ട്. പോയിന്റ് നമ്പർ 1, ഫെയിലിയർ ഈസ് ഓർഗാനിക് ആൻഡ് നാച്ചുറൽ എന്നുള്ളതാണ്. ഒരു കോയിന്റെ 2 സൈഡ്സ് പോലെ, രാവും പകലും പോലെ വിജയവും തോൽവിയും ജീവിതത്തിന്റെ ഭാഗമാണ്. രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിംഗ് ഈസ് നോട്ട് ദ ഫെയിലിയർ, ഫിയർ ഓഫ് ഫെയിലിയർ ഈസ് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തോൽവിയും ഏത് അവസ്ഥയിൽ നിന്നും നമുക്ക് പിക്കപ്പ് ചെയ്ത് എഫോർട്ട് എടുത്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തിയാൽ വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അടുത്തൊരു കാര്യം, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഗോൾ ഒന്ന് മാറ്റി പിടിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ്സ്, ഓപ്ഷൻസ്, പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, മറ്റു കാര്യങ്ങളിലേക്ക് പോവേണ്ടതായിട്ട് വരും. അതായിരിക്കും നമ്മുടെ ഇനീഷ്യൽ പ്ലാനിനേക്കാളും നമ്മൾക്ക് ഉചിതമായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ജീവിത വിജയം ഉറപ്പാണ്. ബിക്കോസ് ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്.